എക്സ്ക്യൂസ് മീ. യെസ്, മുതലാളി ഒന്ന് കാണണം. അകത്തുണ്ട്. താങ്ക് യു. May I come in, sir? Yes, come in. അല്ലേ ഇതാരാ? ഇരിക്കൂ, ചിരം. ഈ റെക്കോർഡ് പ്ലെയറിന്റെ കാര്യത്തിനല്ലേ കൊടുത്തയക്കാം ഉടനെ? അതല്ല, ഞാൻ ജോലി അന്വേഷിച്ചു വന്നതാണ്. പിന്നെ ഈ രാമുണ്ണി മേനോന്റെ മകൾക്ക് ജോലിയോ? സാറിന് തെറ്റിപ്പോയി. ഇല്ല, ഒന്നും പറയണ്ട, എനിക്കെല്ലാം മനസ്സിലായി. ഇപ്പോഴത്തെ പെൺകുട്ടികളുടെ എല്ലാം ഒരു ഫാഷനാ. വീട്ടിൽ എത്ര പണം ഉണ്ടെങ്കിലും സ്വന്തമായിട്ട് അധ്വാനിച്ച് കുറച്ച് പോക്കറ്റ് മണി ഉണ്ടാക്കുന്ന രസമല്ലേ? വെരി ഗുഡ്. പിന്നെ ഈ രാമുണ്ണി മേനോന്റെ മകളുടെ സ്റ്റാറ്റസിനെ പറ്റിയ ജോലി. പിന്നെ എനിക്കൊരു സെക്രട്ടറിയുടെ ആവശ്യമുണ്ട്. അത് മതി. See, only if you don't mind. It's all right. ഒരു ജോലി വേണമെന്നേ ഉള്ളൂ. എന്താ പേര്? രേവതി. ഓ, അച്ഛൻ മകളുടെ പേരില എല്ലാ ബിസിനസ് നടത്തുന്നല്ലേ? രേവതി ടൈൽസ്, രേവതി ഫുഡ്സ്, രേവതി മിൽസ്, എല്ലാം പേരിലല്ലേ? എനിക്ക് പേരിഷ്ടപ്പെട്ടു. താങ്ക്സ്. എന്റെ പേര് ഗോപാലകൃഷ്ണൻ. ഈ സാറ് വിളി നിർത്തി എന്റെ പേര് വിളിച്ചാൽ മതി. പിന്നെ ഇഷ്ടമുണ്ടെങ്കിൽ എന്നെ ഗോപു എന്ന് വിളിക്കാം. ഒന്നും പറയണ്ട, അങ്ങനെ വിളിച്ചാൽ മതി. ഓക്കെ? See, you can be on your seat from today. Thank you. It's my pleasure. കളിക്ക നോക്കിടാ. ഇത് നമ്മുടെ പുതിയ പട്ടിയാ. എങ്ങോട്ടാ ഈ പന്നിയെ കൊണ്ട്? പന്നിയൊന്നുമല്ല, പട്ടിയാ. കണ്ണുണ്ടൂടെ? ഞാൻ പട്ടിയോടാ ചോദിച്ചത്. ഭാര്യയാണെന്ന് പറഞ്ഞ എന്തും പറയാനൊന്നും വിചാരിക്കണ്ട. അത് ശരി. ഈ പട്ടി ഉൾപ്പെടെ പലരുടെയും ധാരണ താൻ എന്റെ ഭർത്താവും ഞാൻ തന്റെ ഭാര്യയാണ്. കേട്ടോടാ, ഞാനാ ഭർത്താവ്. ഇവരുടെ പെരുമാറ്റം കേട്ട് തെറ്റിദ്ധരിക്കണ്ട. എനിക്കൊന്നും വേണ്ട, അവനെ ജോലി നോക്കിയാൽ മതി. വലിയ തമാശ കേട്ടതുപോലെ. കണക്കെട്ടി പറ്റി. എന്താ ചെല്ലപ്പാ ഒരു ചിരി? ഹരി വന്നില്ലല്ലേ? ഇല്ല, ബോംബെയിൽ ഒരാഴ്ചത്തെ കൂടെ പണിയുണ്ട്. ഞാൻ മേനോദയത്തുനിന്ന് കാണാൻ വന്നതാ. അദ്ദേഹമില്ലേ? അദ്ദേഹം പുറത്തു പോയിരിക്കാ. ഓ സാരമില്ല, ഞാൻ വെയിറ്റ് ചെയ്യാം. അയ്യോ വേണ്ട, അദ്ദേഹം ഗുരുവായൂർ ശബരിമല അല്ല ഗുരുവായൂർ അമ്പലത്തിൽ തൊഴാൻ പോയിരിക്കാ. അയ്യോ, അങ്ങനെയാ? അപ്പോ ഇന്നിന് വരില്ല? നാളെ വരൂ. എന്നല്ലൊരു കാര്യം ചെയ്യാം, ഞാൻ നാളെ വരാം. നാളെ വരുമോ? ഓ, പിന്നെ നാളെ വരാതിരിക്കാൻ പറ്റുമോ? കിളവന് തുപ്പാങ്ങേണ്ട ഒരു സമയം. ബാക്കിയുള്ളവനെ തൊലച്ചിട്ടേ ഇയാൾ ഈ ലോകം വിടുകൊള്ളായിരിക്കും. ചെല്ലപ്പാ, നീ ഓടിക്കോ. ഇവിടെ നിന്നാ നിന്റെ ശവം പോലും ബാക്കി കിട്ടുകയല്ല. കാര്യം പറ. നിനക്ക് അച്ഛനുണ്ട്, സംഭവിച്ചു. ഇപ്പൊ എന്താ പ്രശ്നം? മരിച്ചു. ഇപ്പൊ ആള് വന്നിരുന്നു. എനിക്ക് മുതലാളി 1000 രൂപ തരണം. ഞാൻ ജോലി ചെയ്ത് തീർത്തോളാം. നീ വിഷമിക്കാതെ. നീ ഒരു മോനിലേ ഉള്ളൂ. അപ്പൊ വേഗം ചെല്ലുക, ഇല്ലേ കാര്യങ്ങളൊക്കെ കുഴപ്പത്തിലാവും. ഞാൻ പോയാലും കുഴപ്പം, അങ്ങനെയുള്ളതെല്ലാം കുഴപ്പമാവും. 1000 രൂപ. എടാ കഴുതയുടെ മോനെ, ഇങ്ങനെ കച്ചവടം നടത്തിയാൽ മഹാഭാവം കിട്ടൂടാ. ഒരല്പം ഭാവം കിട്ടാത്ത ജീവിതം എന്ത് ജീവിതമാശാനെ? മന്ത്രിസഭ മാറുന്നതിനേക്കാൾ സ്പീഡില സാധനങ്ങളുടെ വില വരുന്നത്. എന്നാൽ അതനുസരിച്ച് പശുവിന്റെ പാല് വിടുവോ? അതുമില്ല. ജീവിക്കാൻ പിന്നെ എന്ത് ചെയ്യും? അത് പോട്ടെ, ആശാൻ പറഞ്ഞത് എന്താ? പ്രേമല്ലേ? നീ എങ്ങനെ
പച്ചയ്ക്ക് ചോദിക്കാതെ എനിക്കൊരു ഇത്. ഏത്? ഞാൻ ഏറ്റു. പിന്നെ കമ്മീഷൻ ഇല്ലാത്ത പരിപാടി ഇല്ല. ഓക്കെ. പുള്ളിക്കാരത്തേക്ക് ജോലിയൊക്കെ കിട്ടിയാൽ ഹാപ്പി ആയിട്ടിരിക്കുമല്ലേ? ഇതാണ് കാര്യം പറയാൻ കറക്റ്റ് സമയം. നാളെ കാര്യം പറയുന്നു, സമ്മതം മേടിക്കുന്നു, പിന്നെ കല്യാണം. ചേച്ചി ഒന്ന് നില്ല്. ജോലി കിട്ടിന്ന് കേട്ടു. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ കാര്യം തന്നാ കമ്മീഷൻ തരണം. എന്താണെന്ന് പറയൂ. ഒരു ജോലിയായി താമസിക്കാൻ ഒരു വീടുണ്ട്. ഒരു പെണ്ണിന് ഇനി എന്താ വേണ്ടത്? എന്താ? ഒരു ചെറുക്കൻ അല്ലേ? ഓ അതെ അതെ, ഞാനൊരാളെ കണ്ടുവച്ചിട്ടുണ്ട്. നീ തന്നെ ആയിരിക്കും. ഓ അതിനുള്ള ഭാഗ്യമൊന്നും നമുക്കില്ലേ? വേറെ ആരാ? ഏതായാലും ആശാനും ചേച്ചിയും ഭാര്യ ഭർത്താവായി താമസിക്കുന്നുണ്ട്. എന്നാ പിന്നെ അവന് നടത്തിക്കൂടെ? ഛീ, എനിക്ക് കല്യാണം നീ ആരടാ? കമ്മീഷൻ കിട്ടുമെന്ന് കരുതിയാ. അയ്യോ തരാടാ. അതെ, നമ്മുടെ പേരും നാളൊക്കെ ഒന്നാണേ. അതുകൊണ്ട് പറയാ, തെറ്റിദ്ധരിക്കരുത്. ഈ പെണ്ണിനെ എങ്ങനെയെങ്കിലും ഒന്ന് വളച്ചേരണേ. രാമുണ്ണി മേനോന്റെ ഏക മോള, അടിച്ചാൽ ലോട്ടറിയാ. ഹോട്ടൽ പങ്കജിലേക്കുള്ള ഓർഡറാണ് 50 ടീ സെറ്റ്സിന്. ആ ഈ ഫയല് വെച്ചേക്കൂ, നാളെ നോക്കാം. അയ്യോ മണി 5 ആയി. നോക്കുക. രേവതി വരൂ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. അയ്യോ വേണ്ട, ഞാൻ നടന്നു പോയിക്കോളാം. അധികം ദൂരമൊന്നുമില്ലല്ലോ. അയ്യോ അത് പറ്റില്ല. ഒന്നാമത് രേവതിക്ക് ഇവിടെ ജോലി എന്ന് തന്നെ തെറ്റാണ്. പിന്നെ നടന്നു പോകാൻ അനുവദിക്കുന്ന അതിലും വലിയ തെറ്റാണ്. Come on, I'll drop you. No, 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 come. Okay, see you. See you. Bye. 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 Bye bye. 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 പറ്റുള്ളൂ. രേവതി പോയിട്ട് ഞാൻ പോകുന്നുള്ളൂ. അതെന്താ? അത്രയും നേരം കൂടെ കണ്ടോണ്ടിരിക്കാമല്ലോ. Bye. 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 എന്താ ഇടിയും മിന്നലും പേടിയാ? എനിക്ക് ആരെയും പേടിയില്ല. എന്റെ മുറി ചോരുന്നു. കൂടുതൽ കിന്നാരൊന്നും ചോദിക്കണ്ട. ഞാൻ കിടക്കാൻ പോന്നു.
ഹലോ രേവതി, ഒറ്റയ്ക്ക് ഇവിടെ? ഒരു ഫ്രണ്ട് വരാന്ന് പറഞ്ഞു. ടിക്കറ്റ് എടുത്തു വെച്ച് നിൽക്കുക. ആർട്ട് ഫിലിം ആണെന്ന് തോന്നുന്നു. ആരെയും കാണാനില്ല. ഷോ തുടങ്ങാറായി. അല്ല ഞാൻ വരൂ, കമോൺ ചെല്ലണം. വരൂ പ്ലീസ്. ഹലോ, പടം ദേ അവിടാണ്, ഇവിടെ അല്ല. അറിയാം, പെണ്ണുങ്ങടെ മേത്തോടായിരുന്നു ഇവിടെ. ഞാൻ എങ്ങനെ ഇരിക്കണമെന്ന് എനിക്കറിയാം. ഇതെന്റെ സഹോദരിയാണ്. ഓ, അങ്ങനെയാണെങ്കിലേ ഇത് എന്റെ ഭാര്യയാണ്. അയ്യാ, കണ്ടാലും തോന്നും. ഒരു കുരങ്ങനെ കൂടെ കൊണ്ടുവരുന്നത്, ബാക്കിയെല്ലാം കയ്യിലുണ്ടല്ലോ. തറ ടിക്കറ്റ് പാർട്ടിയൊക്കെ ബാൽക്കണി കയറിയെന്ന് ഇങ്ങനെ തോന്നും. തന്റെ ഉപദേശം എനിക്ക് വേണ്ട. അല്ല, ഉപദേശിച്ചാ താൻ എന്തോ ചെയ്യും? പോയി താഴെ എങ്ങനെ ഇരടാ. പിന്നെ അയ്യാ, മനുഷ്യനെ ഉറങ്ങാനും സമ്മതിക്കൂലേ? താൻ പോവാ. കെട്ടി ഇറങ്ങി പോടാന്നാ. വെളി ഇറങ്ങട്ടെ ഏട്ടാ, കാണിച്ചു തരാം. തനിച്ചിരുന്ന് കണ്ടോ? വേണ്ട, അവിടെ ഇരുന്ന് മുഴിക്കാൻ കണ്ടിട്ട് പോയാൽ മതി. നീ പിച്ചാത്തി വാങ്ങിച്ചോണ്ട് വരുന്നില്ലയോ? അബദ്ധം കാണിക്കുന്നത്. ഇനി ഞാൻ അവനെ അവളുടെ കൂടെ കണ്ടാൽ ആ നിമിഷം കുത്തി മലത്തും. ഒന്നുകിൽ ഞാൻ, അല്ലെങ്കിൽ അവൻ. ആശാൻ അടങ്ങ. നീ വാങ്ങിച്ചോണ്ടെന്നില്ലെങ്കിൽ വേണ്ട, ഞാൻ വാങ്ങിച്ചോളാം. പോടാ. ഇത് വല്ലതും നടക്കുന്ന ലക്ഷണമാ. നടക്കും എന്ന കാര്യം 3.5 തരവാ. ഇനി അവൻ രേവതിയെ ഉപദ്രവിക്കാൻ വന്നാൽ എന്റെ തനി സ്വഭാവം ഞാൻ കാണിക്കും. ഗോപാലകൃഷ്ണൻ പെശകാണ്, അവൻ അറിഞ്ഞൂടാ. എന്റെ കണ്ണി കണ്ണ അവന്റെ കഷ്ടകാലമാണ്. സാരില്ല, അത്ര കാര്യൊക്കെ ഗോപു. രേവതി അത് പറയരുത്. രേവതിയെ വേറിട്ട് നോക്കുന്ന പോലും എനിക്ക് സഹിക്കില്ല. ഞാൻ അവരെ കൊല്ലും. സൊള്ളലായിരിക്കും. ഇത് പിടിച്ചേ. നീ ആരാടാ പുല്ലേ അത് അന്വേഷിക്കാൻ? അന്വേഷിച്ച നീ എന്തോ ചെയ്യണം? നിന്റെ എല്ലിന്റെ എണ്ണം കൂടും, പല്ലിന്റെ എണ്ണം കുറയും. പിന്നെ ദേഹത്ത് തൊട്ട് നോക്ക്. തൊട്ടാ എന്താ ചെയ്യടാ? തൊട്ട് നോക്ക്. നീ തൊട. ആദ്യം നീ തൊട്ട്. ചൊറയാണ്ടാ തൊടാ. തൊട്ടു. ആഴ്ചന്റെ ഗ്യോപ്പ് ദേഹത്ത് തൊടുമ്പോ അറിയാം. തൊറ. നീ എന്തോ ചെയ്യും? രണ്ടുപേർക്കും വാചകമേ ഉള്ളൂ, തല്ലാൻ പേടിയാ. തൊട്ടോക്കടാ. എന്റെ ഒരു ഹാർമോൺ, എന്റെ ഹാർമോണിയം തൊട്ട് ആടിച്ചതിന്റെ ഷേപ്പ് ഞാൻ മാറ്റും. ഞാൻ തൊടും. അടിച്ച് അസ്ഥിരയാണ് വരൂ ഗോപു. എന്റെ ഇഷ്ടം പോലെ വരാനല്ലേ പറഞ്ഞത്? വരൂ. വെറുതെ വഴക്കുണ്ടാക്കണ്ട. വരാനല്ലേ പറഞ്ഞത്? രേവതി പറഞ്ഞോണ്ട് എന്ത് ചെയ്തു ഗോപു? വെറുതെ. രേവതിക്ക് അറിഞ്ഞൂടാ. എങ്ങോട്ടാ? ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചാ. എന്നിട്ടാണോ കൈയും വീശി പോകുന്നത്? വാക്കിംഗ് സ്റ്റിക്ക് കൂടെ എടുത്തോണം. ഓ ആ വാക്കിംഗ് സ്റ്റിക്ക് കൂടെ എടുത്തോളാൻ. ഓ ദേ ഇതേ പാടവും പുഴക്കടവും അല്ല, സിറ്റിയാണ്. ഇവിടെ നടക്കുന്നതിനെ ഒരു സ്റ്റൈലൊക്കെ വേണം. എവിടെയാ കുന്ത്രാണ്ടം? അവിടെ എങ്ങാനും കാണും. ആവശ്യമുള്ളവരെ അന്വേഷിച്ചെടുത്തോണം. See you. See you, Gobu. Bye.
എടി